നില്ല് നില്ല് നില്ല്, നീ എവിടെ കൂടിയടി നടന്നു വരുന്നത്? ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ അവിടെ കൂടി ഇവിടെ കൂടിയൊക്കെ. എടേ, എൻട്രൻസിന്റെ അപ്പുറത്ത് ഓൺലൈൻ മീഡിയാസിന് സ്വാഗതം നഹി ഹെ, 2-ാം തീയതി ഞാൻ എത്തും എന്ന് പറഞ്ഞു. ഓക്കെ, അത് അറിഞ്ഞുകൊണ്ട് ഓൺലൈൻ മീഡിയാസ് വന്നത് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ നീ വിളിച്ചു വരുത്തി നിന്റെ കൂടെ കൊണ്ടുപോയിട്ട് നിന്റെ കൂടെ കൊണ്ട് ഇറക്കിയിട്ട് നീ കളിക്കുന്ന ഒരു നാടകമില്ലേ, അത് രണാസുനയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. കൊച്ചു കള്ളി പറയടി. കുറച്ച് വിവാദങ്ങളുടെ ഇടയിലേക്കാണ് വന്നിറങ്ങിയത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരോട് എന്ത് പറയാനുള്ള ഒറ്റവാക്കില്ല. ഓ, നമ്മുടെ എലിവരട്ടി രണാസുന രംഗത്താണ് സുഹൃത്തുക്കളെ. വന്നിരിക്കുകയാണ്. നേരെ തന്നെ സമയം കാലം നോക്കില്ല, നേരെ ഫ്ലൈറ്റ് ഓടിച്ച് വന്ന് ഇറങ്ങി അപ്പം തന്നെ ഓൺലൈൻ മീഡിയാസിനെ കൂടെ നിർത്തിക്കൊണ്ട് ബൈറ്റ് കൊടുപ്പ് ഇങ്ങനെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെ പോയി കൊടുത്ത് തീരുമെന്ന് എനിക്കറിയത്തില്ല. അമ്മാതിരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ബൈറ്റ്? അങ്ങനെ ബൈറ്റ് നിരത്തി കൊടുത്ത് ഇപ്പൊ മൊത്തം അവതാളത്തിലായിരിക്കുകയാണ്. ഇനിയിപ്പോ എങ്ങനെയും വെളുപ്പിക്കണം. അതിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും ഏതെങ്കിലുമൊക്കെ രീതിയിൽ വെളുപ്പിച്ചേ പറ്റത്തുള്ളൂ. രേണു, ആരും നിന്നെ വെളുപ്പിക്കില്ലെങ്കിൽ ഞാനുണ്ടടി, ഞാനില്ലാതെ നീ വെളുക്കണ്ട, ഞാൻ വെളുപ്പിക്കുന്നില്ല. ഇപ്രാവശ്യം നിങ്ങൾ ആരും കരയരുത്. കാരണം രേണുവിനെ കുറിച്ചിട്ട് നല്ലത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാണണ്ടേ? എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കും. ഒരു ലൈക്ക് അടിക്കാൻ പറയുമ്പോൾ ഒരു 100 ലൈക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ 100 പേർക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമില്ലേ? 1000 പേര് തെറി വിളിച്ചാലും 100 പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ? അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ലടാ. ഇനി കിച്ചുവിനുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് രണാസുന പറയുന്ന കുറച്ച് കാര്യമുണ്ട്, കേൾക്കാം. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എനിക്ക് ഇത്രയും പറയുള്ളൂ. കിച്ചുവിന്റെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതെ, കിച്ചുവിന്റെ വിവാദത്തെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് നിൽക്കട്ടെ. ഇനിയിപ്പോ നീ എന്താ പറയാ വന്ന? ശ്രുതിച്ചേട്ടൻ ബാ. നിങ്ങൾക്കൊക്കെ അറിയാം, ശ്രുതിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെയും തന്നിട്ടാണ് ശ്രുതിച്ചേട്ടൻ മരിച്ചു പോയത്. ഓക്കെ, അപ്പൊ മരിച്ചുപോയ ശുനിയേട്ട എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് നടന്ന അവള് തന്നെ ഇപ്പൊ ശുനിയേട്ടനെ പറയാതെ പറഞ്ഞ് കുറ്റം പറയുന്നുണ്ട്. ശുനിയേട്ടൻ മരിച്ചു പോയപ്പോ എനിക്ക് കുറെ പ്രാരാബ്ദങ്ങളും കുറെ കടങ്ങളും 2 മക്കളെയാണ് തന്നിട്ട് പോയെന്ന്. എന്തുവാടെ എങ്ങനെ ഒരു സങ്കടം പറച്ചില്ലേ? എന്റെ ലൈറ്റാണ് സത്യം, ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ യൂട്യൂബ് മുഖാന്തരം. അപ്പോ സുധിയേട്ടന്റെ ഒരു പ്രാരാബ്ദമാണ് നിനക്ക് തന്നു പോയതെന്നാണ് പറയുന്നത്. എടി, ഉളുപ്പില്ലാത്തവളെന്ന് ഞാൻ ചോദിക്കില്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്കതില്ല. ഓക്കെ, കിച്ചു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിന്റെ സഹോദരിയും നിന്റെ സഹോദരന്റെ കെട്ടിയവനെ അടക്കം പോറ്റിയതും തിന്നാൻ കൊടുത്തതും സുധിയുടെ പൈസക്കാണെന്ന് ആ കൊറോണ സമയത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? കിച്ചുവിന്റെ വീഡിയോയിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടാ. നിന്റെ സഹോദരിയെയും നിന്റെ തന്തയും തള്ളയും എല്ലാത്തിനെയും ഇട്ട് തിന്നാൻ കൊടുത്ത ഒരുത്തൻ മരിച്ചുപോയി. ഇപ്പൊ പറയുന്നു വന്നിരുന്നിട്ട് എനിക്ക് കുറെ പ്രാരാബ്ദം 2 മക്കളെയാണ് തന്നിട്ട് പോയെന്ന്. മതി, നിന്റെ സ്നേഹം ഇവിടെ തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവള് ഈ സ്നേഹം എന്ന് പറയുന്നത് വെറും ഉടായ്പ, വെറും കള്ളവാ. ഇവളെ കുറിച്ചിട്ട് നിങ്ങൾ അറിയാത്ത പല കഥകളുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വായും പൊളന്നിരിക്കും. ഞാൻ ഉള്ള കാര്യമാണ് സീരിയസിൽ പറഞ്ഞു. ഞാൻ പലതും അറിഞ്ഞിട്ടാണ് മിണ്ടാതിരിക്കുന്നത്, പലതും. ഞാൻ അതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നടാ, അതില് നീ ഇതെല്ലാം അറിഞ്ഞിട്ട് ഇത്ര നാൾ പറയാത്ത എന്താ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. അമ്മാതിരിയാണ്. ഇവിടെ ഞാൻ ഈ ലോകം കണ്ട നന്മ വരോ നല്ലവനൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു എല്ലാത്തിനും ഒരു എത്തിക്സ് ഉണ്ടോ? എല്ലാത്തിനും എന്ത് നാറിയ പരിപാടിയാണ് വെച്ചാൽ അതിലൊരു എത്തിക്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പക്ഷെ അതിന്റെ അപ്പുറത്ത് കടന്നു പോയിട്ട് തൊട്ടിത്തരം കാണിക്കുമ്പോഴാണ് നമുക്കത് യോജിപ്പില്ലാത്ത. പോട്ടെ, ഫേസ്ബുക്കിൽ ഇനിയിപ്പോ എനിക്ക് ഇതിനോടകം തന്നെ തെറിവിളിയുടെ കൂമ്പോലായി കാണും കമന്റ് ബോക്സിൽ. പോട്ടെ, കുഴപ്പമില്ല. കേട്ടല്ലോ, ഒരു തേങ്ങയും തരാതെയാണോ മരിച്ചു പോയെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒന്നും തരാതെ പോയി. നിനക്ക് എന്നിട്ട് ദാനം തന്നവർക്ക് നീ എന്ത് ചെയ്തു? അണ്ണാക്കി കൊടുത്തു. ഒന്നും പറയാറില്ല. നല്ല നിലയിൽ നീ നോക്കിയിട്ടുണ്ട്. ഏത് മേളിലത്തെ നിലയെ കൊണ്ടെടുത്തി നോക്കിയത് നീ? കിച്ചു വന്ന് പറഞ്ഞു നീ നല്ലോണം നോക്കിയ കഥയൊക്കെ. അത് കേട്ടപ്പോ തന്നെ എനിക്ക് തികഞ്ഞു. എടി, നിന്റെയൊക്കെ കുടുംബത്തിലെ നിന്റെ തന്തയും തള്ളയും സഹോദരനെയും സഹോദരിയുടെ ഭർത്താവിനെ എല്ലാത്തിനെയും അടക്കം ഇട്ട് തീറ്റി പോറ്റിയ ഒരു വ്യക്തിയാണ് സുധി. കുത്തുവാള എടുത്തിട്ടുണ്ടെങ്കിലും കടം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിലും അതിലൊരു പങ്ക് നിന്റെ കുടുംബം മൊത്തം കാരണമുണ്ട് കേട്ടാ. അതും കൂടി മനസ്സിലാക്കാം. ഇതിനെല്ലാത്തിനും തീറ്റിപ്പോറ്റാൻ സുധീർ ഒറ്റ ആളുടെ പൈസ വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവസാനം കടം വാങ്ങി തെണ്ടി നാട്ടുകാരെ പറ്റിക്കേണ്ട ഒരു ഗതികേടിലോട്ട് അങ്ങേര് എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് നിനക്ക് നിന്റെ കുടുംബത്തിനുണ്ട്.
കേട്ടാ. അതിൽ നിന്റെ തന്തയും തള്ള ഉൾപ്പെടും, നിന്റെ സഹോദരൻ ഉൾപ്പെടും, അളിയനും എല്ലാം ഉൾപ്പെടും. എന്നിട്ട് വന്നിരുന്ന് കൊണകൊണന്ന് കുറെ പ്രാരാബ്ദം തന്നെന്ന് എനിക്ക്. അങ്ങനെ നാണുണ്ടോ ഇങ്ങനെ പറയാൻ? പക്ഷേ കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ യുവാവാണ്, ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവന് കിച്ചു നിന്റെ അടുത്ത് പറയാൻ കേട്ടല്ലോ, ഇനി നീ സ്വന്തമായിട്ട് സമ്പാദിച്ചോണ് എന്റെ അടുത്ത് ഇറക്കാൻ വരരുത്. ഈ ഒരു സാധനമാണ്. നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റും അടിയും വഴക്കും പഴയ കളികളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിലേ അതത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു പിച്ച എന്ന് മാത്രം അങ്ങ് കണ്ടാൽ മതി കേട്ടാ. ഞാൻ എല്ലാം വിളിച്ചു പറയാത്തതിന്റെ ഒരു പിച്ച. പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഇപ്പൊ അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ അവൻ ആരോട് പിണക്കങ്ങളോ ഒന്നുമില്ല. അതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചെന്നും എന്തിനാണ് മാനിപ്പുലേറ്റിംഗ് നടത്തിയത്, അതുപോലെ തന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ, കിച്ചു റീച്ചിന് വേണ്ടിയിട്ടാണ് അവൻ ചെയ്തത്. അവന്റെ ജീവിതത്തിൽ നടന്ന കഥ എന്ന് പറഞ്ഞപ്പോ ഇടി കേട്ട് കഴിഞ്ഞത് റീച്ചിന് വേണ്ടിയിട്ടെന്ന്. നിന്നെ ഞാനൊന്നും പറയുന്നില്ല, പറയേണ്ട മൊത്തം തങ്കം ചേട്ടനെയാണ്. തുടച്ചു കളഞ്ഞിരുന്നെങ്കിൽ എന്തുവാ ഇനിയിപ്പോ വേറെ ഒന്നും ഉദ്ദേശിക്കണ്ട. എന്തേലും കറി തുടച്ചു കളഞ്ഞിരുന്നെങ്കിൽ അന്ന് ചോറ് കഴിക്കാതെ എനിക്ക് വീട്ടിൽ പോയി കമന്ന് ഉറങ്ങായിരുന്നു. ഞാൻ ഒന്നും പറയണില്ല, പറയിപ്പിക്കരുത് ഇങ്ങനെ ഒരു സാധനം. അടുത്തത്, മരണാനന്തര ചടങ്ങുകൾക്ക് പൈസ കൂടുതൽ എഴുതി വാങ്ങിയോ? മരിച്ച ചടങ്ങുകൾക്ക് ഉൾപ്പെടെയുള്ള ചെലവുകൾ വലിയൊരു ബില്ലാക്കി അത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ട് തന്നു തിരിച്ചു പറയുന്നുണ്ട്. അവര് തന്നെ കൊണ്ട്, അതായത് ഈ ഇതിന്റെ ആൾക്കാർ ഫ്ലവേഴ്സ് ഒക്കെ തന്നെയാണ് അവര് വന്ന് ആ ബില്ല് അവര് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മള് പപ്പായ്ക്കൊക്കെ അന്ന് ബോധം പോലും ഇല്ലാതെ കിടക്കും. അല്ലെങ്കിൽ പപ്പയ്ക്ക് ബോധമുണ്ടോ? നിന്റെ എന്തെങ്കിലും ബോധമുണ്ടോ? ഒരു വീടിന് ചൊരണ്ടി ഇളക്കിയിട്ട് കണ്ട സെക്സി ഈ സെറ്റപ്പിൽ നിന്ന് കളിച്ച തങ്കം ചേട്ടൻ അല്ലാതെ ബോധമല്ല. പിന്നെയാണ് ഇനി അന്ന് എനിക്കെന്തായാലും ചേട്ടൻ രക്തത്തിൽ പറഞ്ഞ 2 മക്കളും എനിക്ക് മക്കളാണ്. ഞാൻ ഒരിക്കലും അവരെ ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. രക്തത്തിൻ രക്തമേ എന്നും ഉടൻ പിറപ്പേ സ്വന്തത്തിൻ സ്വന്തമേ. ഒരു കല തന്നെടി നീ. രേണ സുനാ സുമ്മാവാ അതിർതില്ല, ഒരു രക്ഷയില്ല. സമ്മതിച്ച് നീ വേറെ ലെവലടി. സുധിച്ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ 2 മക്കൾ. വിടടി, അങ്ങനെ ഇനിയെങ്കിലും വിടടി, മതിയാക്കടി. ഇനി ഇവളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, വേറെ ഒന്നുമില്ല. ഏറി പോകുമ്പോൾ ഒന്നി ഋതപ്പനെ പിടിക്കും, അല്ലെങ്കിൽ സുധിയേട്ടനെ പിടിക്കും. കിച്ചു അടിച്ചേറി കയറ്റിയോണ്ട് ഇപ്പൊ അവനെ പിടിക്കാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ, വല്ലാത്ത അവസ്ഥ. ഞാൻ 6 മാസത്തിനുള്ളിൽ പുതിയ വീട് വാങ്ങും. നല്ല കാര്യം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തൊലഞ്ഞു കൊടു, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ ഇനിയിപ്പോ വീട് വിൽക്കാനായിട്ട് ഇറങ്ങാം. വീട് വിറ്റിട്ട് കമ്മീഷൻ അടിക്കാം. കമ്മീഷൻ തരുമല്ലോ. എത്ര രൂപ വരും? 1 ലക്ഷം, അതായത് ഇപ്പം 50 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ ഒരു 5% കമ്മീഷൻ തന്നു. 5% അല്ല, ഒരു 10% തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നല്ല പൈസ അല്ലേ? മെമ്പർഷിപ്പ് വഴി പൈസ, ദുബായിലെ കസ്റ്റമേഴ്സ് വഴി പൈസ, പിന്നെ ഉദ്ഘാടനം വഴി പൈസ, ഏതൊക്കെ വഴി പൈസ ഉണ്ടാക്കും. നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കാണിക്കുന്ന കുന്തളിപ്പം പൈസ ഉണ്ടാക്കുന്ന റൂട്ടും നോട്ട് ദ പോയിന്റ്. 6 മാസത്തിനുള്ളിൽ പുഷ്പ ഞാൻ വീട് വയ്ക്കും. അപ്പൊ ഇനി രേണു സുധീര പുതിയ വീട് വയ്പ്പിന് നമുക്ക് പാലയച്ചിനെ വിളിക്കുവാടെ. രേണു, നമ്മളൊക്കെ ഇത്രയും നിനക്ക് ഹൈപ്പ് തന്നല്ലേ, നമ്മളൊക്കെ വിളിക്കുവോ പാലയച്ചിന്? വിളിക്കണേ, എന്നെ വിളിക്കണേ. ആരെ വിളിച്ചില്ലേ എന്നെ വിളിക്കണം കേട്ടാ. നമ്മൾ തമ്മിലാണ് ആദ്യമായിട്ട് ഏറ്റുമുട്ടുന്നത്. ആ ഒരു ഓർമ്മയിൽ സ്മരണയില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. നീ അടക്കത്തിനൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു നിന്റെ, അതുപോലെയല്ല. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് പാലയച്ചിനെ വിളിക്കണം. എന്നെ വിളിച്ചേ പറ്റത്തുള്ളൂ. ഒരു ദയം ദേഷനെയും കാണിക്കില്ലേ. നിനക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് നീ നേരത്തെ മെസ്സേജ് അയച്ചിട്ട് പാലയച്ചിനെ എന്നെ വിളിക്കണം, ഞാൻ വരും. എന്താ പറഞ്ഞ? എന്തായാലും പോട്ടെ. കിച്ചുവിന് പൈസ കൊടുക്കാറുണ്ടോ? ഒരിക്കലും കണക്ക് പറഞ്ഞതല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അമ്മ അല്ലെങ്കിൽ കണക്ക് പറയാൻ പറ്റത്തില്ല മക്കൾക്ക് കൊടുക്കല്. പക്ഷെ അത് പറയേണ്ടി വന്ന അവസ്ഥ. കാരണം 1 രൂപ പോലും കൊടുത്തിട്ടില്ല മക്കൾക്ക്. അവന് അതുപോലെ അവരുടെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് ഒരു ബ്ലോഗർ പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പോ നമ്മളൊരു മനസ്സിനൊരു മനസാക്ഷിയുള്ള മനുഷ്യനല്ല.
ഓ, മനസ്സിന് മനസാക്ഷിയുള്ള മനുഷ്യനായിരുന്നല്ലേ നീ. നിന്റെ മകനെ പോലെ കണ്ട ഒരു കൊച്ചിന് ചെലവിന് കൊടുത്ത പൈസയുടെ കണക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു തള്ളയല്ല. നീ ഒരു തള്ളയല്ല. ഇവിടെ ഒരു മക്കൾക്കും തൻ്റെ അപ്പനും അമ്മയും ചിലവാക്കിയ പൈസയ്ക്ക് കണക്ക് വയ്ക്കത്തില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അനുഭവം പറയാം. എനിക്ക് ആക്സിഡൻ്റ് ആയ സമയത്ത് ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവർ ആയ ഓക്കെ ആയ സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോയിന്റിൽ ഏതോ ഒരു പോയിന്റിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലെല്ലാം കൂടി എനിക്ക് എത്ര രൂപ ചിലവായെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അത് നീ അറിയണ്ട, അതെന്തിനു ചോദിക്കണം, നീ എന്തിനാ അതൊക്കെ നോക്കണം, ഇങ്ങനത്തെ സംസാരമാണ് എൻ്റെ അടുത്ത് എൻ്റെ അപ്പം പറഞ്ഞിട്ടുള്ളത്. ഞാൻ അന്ന് മനസ്സിൽ ഓക്കെ, അന്ന് എനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ തന്നെ അന്ന് ഇങ്ങനെ ഒരു പോയിന്റിൽ ആലോചിച്ചു, കണ്ട നമുക്ക് വേണ്ടി ചിലവാക്കിയ നമ്മളടുത്ത് എത്രയെന്ന് പോലും പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു കണക്ക് നമ്മുടെ മനസ്സിൽ കയറി പറ്റണ്ട എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. മേ ബി എന്തായിരിക്കും റീസൺ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തം അപ്പനും അമ്മയും ചിലവാക്കുന്ന പൈസയ്ക്ക് കണക്ക് വെക്കാറില്ല, അവർ കണക്ക് പറയാറുമില്ല. കേട്ടോ, ചിലപ്പോൾ അച്ഛൻ ചിന്തിച്ചാണ്, ഓ ഞാൻ ഇത്ര ചിലവാക്കിയെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അതിന് കണക്ക് പറഞ്ഞെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതിന് കണക്കാക്കിയത് എത്രയെന്നോ അങ്ങനത്തെ എന്തെങ്കിലും ചിന്തിച്ചാണ്, എനിക്കറിയത്തില്ല, ഓട്ടവർ. പക്ഷേ ഇന്ന് വരെ എൻ്റെ അടുത്ത് എൻ്റെ അപ്പം പറഞ്ഞിട്ടില്ല. അതങ്ങനെയാണ്. നല്ല അപ്പനും അമ്മയും ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും മക്കൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസയ്ക്ക് കണക്ക് വെക്കത്തില്ല കേട്ടാ. ഇത് ചുമ്മാ അവൻ നിന്നൊക്കെ അടിച്ച് അണ്ണാക്കി തന്നെ ഏറെ കയറ്റി വിട്ടപ്പോൾ അവനെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ സ്ക്രീൻഷോട്ടും കൊണ്ടുവന്നു. അതോടെ വീണ്ടും മുഞ്ചി, ഹരി മുഞ്ചി, മണ്ണെണ്ണയും മുഞ്ചി. മനുഷ്യൻ? ഓ, നീ മനുഷ്യനായിരുന്നല്ലേ? ഞാൻ വേറെ എന്തോ ആണെന്നാണ് വിചാരിച്ചത്, ഏലിയൻ ആയിരുന്നെന്നാണ് വിചാരിച്ചത്. കാരണം അത്രയ്ക്ക് തൊലി കിട്ടി എനിക്ക്. ഞാൻ ആർക്കും കൊടുത്തല്ലേ, സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തല്ലേ എന്റെ വീട്ടിൽ വരുന്ന ചേച്ചിമാരും അതുപോലെ എന്നെ. അതെ, നിന്റെ വീട്ടിൽ വന്നപ്പോ നീ ഫ്ലക്സ് അടിച്ച് വെളിയിൽ വെച്ചിരുന്നു, അതിൽ നിന്ന് എടുത്തോണ്ട് പോയി എനിക്ക് ബോഡി തള്ളി മറിക്കാതെ. ഇമ്മാതിരി തള്ളു നിനക്ക് മാത്രമേ തള്ളാൻ പറ്റത്തുള്ളൂ. ഒരുപാട് നല്ല വ്ളോഗൊക്കെ ചെയ്യുന്നവരൊക്കെ തന്നെ സജിന ചേച്ചിയൊക്കെ. എനിക്ക് തോന്നി നീ പറഞ്ഞു വരുന്ന നല്ല വ്ളോഗ് ചെയ്യുന്ന സജിന ചേച്ചി ആയിരിക്കുമെന്ന്. കൊള്ളാം, നീ ഒരു കൊടുമ്പിടി മതി തള്ളു മതി. ഇനി സജിന ചേച്ചി തള്ളു. ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ ഒരുപാട് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു, അതിനെ ഡാനിയും പറഞ്ഞതും വിവിയെ പറഞ്ഞു എന്ന് ഞാൻ ഇന്നുവരെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അതിലെ ഡാനി വിവിയും പറഞ്ഞു. ആര് ചേച്ചി വിവിയെ പറഞ്ഞു? സഫീനെ പറ്റിയിട്ടാണോ ഈ പറച്ചിൽ? കൊള്ളാം, നോട്ട് ദ പോയിന്റ്. അതുലിനെ ഡാനിയും ഓക്കെ, ഷഫീന പറയും. ഷഫീനെ പറ്റിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുലിനെ ഡാനിയും പറയും, ഓഫ് കോഴ്സ്, അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ തന്നെ ഷഫീന എന്നെ കുറിച്ചിട്ട് പലതും ചകഞ്ഞ് ഓടി നടന്നങ്ങോട്ട് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് നോക്കണം. എന്നെ പറ്റിയിട്ട് പല കേസുകളും കുത്തി എടുക്കാൻ പറ്റിയിട്ട് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുകയാണ്. കിട്ടുന്നില്ല ഒന്നും. കിട്ടട്ടെ, കിട്ടുന്ന കാലത്ത് വാ കേട്ടാ ഷഫീന താത്ത, കിട്ടുന്ന കാലത്ത് നമുക്ക് ഏറ്റുമുട്ടാം. നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ടല്ലേ. ആരൊക്കെ വന്ന് അവരാടെ കഥകൾ പറഞ്ഞു തരുന്നത് കേട്ടുകൊണ്ട് ഇരുന്ന് കിട്ടി തപ്പുകയാണ്. നോബ് അറിയുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. നോബ് എല്ലാം അറിയുന്നു. സൽഗുണ സമ്പന്നൻ എന്താ അത് എന്നെ എന്തെങ്കിലും ഒരു ശ്ലോകം നിങ്ങൾ എന്നെ എടുത്തു വെച്ചോ. അപ്പോൾ താത്തയ്ക്ക് എന്നെ ഒന്ന് പൂട്ടണം, വേറെ ഒന്നും കൊണ്ടല്ല. താത്തയ്ക്ക് എന്നെ ഒന്ന് പൂട്ടിയിട്ട് താത്തയ്ക്കൊന്ന് തിളങ്ങാനാ. കാരണം എന്നെ ഇപ്പോൾ പൂട്ടാൻ അങ്ങനെ പറ്റുന്നില്ല, വേറൊന്നുമില്ല. ഞാനിങ്ങനെ എന്തോ ഒരു അങ്ങ് പോകുന്നു എൻ്റെ ഒരു ലെവലൊക്കെ പിടിച്ച്. അപ്പോൾ എന്നെ ഒന്ന് പൂട്ടി ഒരു പട്ടി ഷോ കാണിക്കാനായിട്ടുള്ള പരിപാടിയാണ്. എന്നെ പൂട്ടിയാലേ എന്തായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ തന്തയില്ലാത്ത പരിപാടി ചെയ്തിട്ടില്ല. ആ ഒരു ഉറപ്പെനിക്കുണ്ട്, ആ ഒരു ചങ്കുറപ്പെനിക്കുണ്ട്. മനസ്സിലായോ താത്ത? അതുകൊണ്ട് താത്ത എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്നത് പൂരം കണ്ടു തന്നെ അറിയണം. കുഴപ്പമില്ല, കാണാം. പാക്കത്താനെ പുറം എൻ്റെ കാളിയുടെ ആട്ടത്തെ ഞാൻ അറിയുന്നില്ല എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് ഞാൻ പറയില്ല, പറയാത്തതിൻ്റെ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ വീഡിയോയിലൂടെ പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കി വയ്ക്കും. എന്നെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ വിളിക്കുന്നേ ഹെല്ലേ. പിന്നെങ്ങനെയാണ് ഞാൻ അവരെ അടികുട്ടി പറഞ്ഞെന്ന് നിങ്ങൾ പറയുന്നത്? മിസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇതെന്ത് തേങ്ങ ഇവര് പറയുന്നത്? മിസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് എന്തിൽ തേങ്ങയിലോട്ട് പറ. മനസ്സിലാക്കണം, അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ ഇപ്പോഴാണ് ഇത് പുറത്ത് പറയുന്നത്. നിങ്ങൾ അത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല തന്നെ. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സജിനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. വിവരം വിദ്യാഭ്യാസം ബോധം പോക്കണോ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ കൂടെ നിൽക്കുന്നതിനെ കാല് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അങ്ങനത്തെ ഒരു 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 സാധനമുണ്ട്. കൂടെ നിൽക്കുന്ന തെണ്ടിത്തരം ചെയ്താലും അതിനെ ന്യായീകരിച്ചിരുന്ന് മെഴുകും. അത് ഒരു പോയിന്റിൽ നോക്കുമ്പം കൂടെ നിർത്താൻ പറ്റിയ ഒരാളാണ്. പക്ഷേ എന്ത് തന്തയില്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കയറിയുന്ന മെഴുകി ന്യായീകരിക്കില്ല, മിണ്ടാതിരിക്കുക. അതായിരിക്കും ഫാർ ബെറ്റർ. അല്ലാതെ ചെയ്ത തൊട്ടിത്തനത്തിനെ ന്യായീകരിച്ച് മെഴുകി അതിനൊരു വളച്ചൊടിച്ച് ആ ഒരു പരിപാടി ചെയ്യരുത്.
കേട്ടോ. ഇപ്പൊ കൂടെ നിർത്താൻ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ഒരു ക്യാരക്ടർ ഉണ്ടപ്പോഴാണ്. രേണുവിന് വേണ്ടിയിട്ട് ചങ്ക് പറിച്ചു കൊടുക്കും. രേണു വേണ്ടെന്ന് പറഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കാൻ കണക്കിന് നിൽക്കുകയാണ്. പക്ഷേ ഓക്കെ, നിങ്ങൾ കൂടെ നിന്നോ, രേണു എന്ത് തന്തയില്ലായ്മ ചെയ്താലും കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തോ. പക്ഷെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് സപ്പോർട്ട് ചെയ്തും കൊണ്ട് വളച്ചൊടിച്ച് തിരിക്കാൻ ശ്രമിക്കരുത്. അതൊരു തൊട്ടി സ്വഭാവമാണ്. കൂടെ നിൽക്കുന്ന ആൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുറന്ന് പറഞ്ഞിട്ട് തിരുത്താൻ ശ്രമിക്കണം. വീണ്ടും തിരുത്തിയില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുക. അതേ ഞാൻ പറയത്തുള്ളൂ. മാക്സിമം തിരുത്താൻ ശ്രമിക്കുക. അത് കൂടെ നിന്ന് തന്നെ തിരുത്താൻ ശ്രമിക്കണം. അല്ല സോഷ്യൽ മീഡിയയിലൊന്നും പറയണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ കൂടെ നിൽക്കുന്ന ആൾ ചെയ്യുന്ന തന്തയില്ലായ്മയെ വളച്ചൊടിച്ച് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. അത് തൊട്ടിത്തനമാണ് ഉള്ള കാര്യമാണ് പറയുന്നത്. അത് വിട്. അപ്പൊ വിവിയെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ വിവി? നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ. താത്തയുടെ കേസാണ് പറയുന്നത്. എന്നെ കുറിച്ച് കുറ്റം പറയും സ്വാഭാവികം, ഡാനിയെ കുറിച്ചും കുറ്റം പറയും സ്വാഭാവികം. വിവി നിന്നെ കുറിച്ചിട്ടും കുറ്റം പറയുന്നുണ്ട്. കേട്ടു വച്ചോ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി നമ്മുടെ റണസിനെ ബാ. ഓ ഇത്ര പോപ്പുലർ ആയിരുന്നു. എന്ത് തേങ്ങ അവളെ പറയുന്നത്? എനിക്ക് തേങ്ങ മനസ്സിലാവില്ല. അടുത്തത് ഓ ശുനിയേട്ടന്റെ പെട്ടി, പട്ടിയും പെട്ടി, ശുനിയേട്ടന്റെ പെട്ടി. ചത്തിട്ടും സമാധാനം കൊടുക്കൂലല്ലേ നീ? നീ മരിക്കരുത് രേണു. നീ ഒരിക്കലും മരിക്കാൻ പാടില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് സുധിയേട്ടൻ്റെ അടുത്ത് പോകാൻ പാടില്ല. അങ്ങേരെ നിന്നെ അവിടെ ആത്മാവിനെ കൊല്ലും. സത്യമുള്ള കാര്യം പറയാം. ദൈവം ചെയ്തിട്ട് നീ ചാകരുത്. നീ ഭൂമി അവസാനിച്ചാലും നീ ബാക്കി ഉണ്ടാവണം. നിന്റെ ആത്മാവായിട്ട് നീ മാറരുത്. ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അങ്ങേരെ അടുത്ത് എത്തും. അങ്ങേരെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അങ്ങേരെ പിടിച്ച് കാലെ വലിച്ച് ആത്മാവിനെ അടിച്ചു വന്നുള്ള ചീത്ത പരങ്ങൾക്ക് കിട്ടും. വേണ്ട, അത് വേണ്ട നമുക്ക്. സുധിച്ചേട്ടന്റെ പെട്ടി ഓർമ്മയ്ക്കട്ടെ എനിക്ക് കളയാൻ പറ്റത്തില്ല. സുധിയേട്ടന്റെ മറ്റേ ട്രോഫി എടുത്ത് കട്ടിന്റെ അടിയിൽ എറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. എടി എന്റെ പൊന്നാണ്, നീ തള്ളാതെ ഒന്ന് തള്ളു നിർത്തും. ഞാൻ പിന്നെ നിർത്തും നിന്റെ റിയാക്ഷൻ വീഡിയോ. നീ തള്ളു നിർത്തും. എനിക്കിത് കാണുമ്പോഴും ആൾക്കാർ അയച്ചു തരുമ്പോഴും എനിക്ക് കാണുമ്പോൾ കുരു പൊട്ടും. ഞാൻ അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. സീരിയസ്ലി. നീ എന്തേലും ചെയ്. ദൈവമേ, ഇനി ഒരു സുനിയായിട്ട് ഈ ലോകത്തുണ്ടാവാൻ പാടില്ല. അങ്ങേര് ഇതെന്തുവാ പുതിയ എവിടെയൊക്കെയാ ക്യാമറ ചോദിക്കുന്നത്? അപ്പൊ സഭ്യമായിട്ടുണ്ടെന്ന് അർത്ഥം. അതിൻ്റെ അകത്ത് അപ്പൊ കാണിക്കുന്നത് അവരതൊന്നും അർത്ഥം ഒന്നും പറയല്ല. നാണമില്ല നിനക്ക്? ഒരു കൊച്ചു പയ്യൻ വളർന്നു വരുന്നില്ല. എടി പൈസ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാക്കണം, വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുടുംബം, കുട്ടി, ഇതൊക്കെ ഉള്ള ആ പിള്ളേർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ നീ പണം ഉണ്ടാക്കിയിട്ട് ആ പണം എന്തിനാടി നിനക്ക്? കഷ്ടം. അയ്യോ ഒന്നും പറയാനില്ല. സഹോദരി ബാ. അയ്യോ അമ്മച്ചിയെ, സഹോദരി പഴയ ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? ഇത് നമ്പർ 1 ആയിട്ടാണ്. സുധിയേട്ടന്റെ പൈസ നമുക്കുള്ള കടമയല്ലേ? സുധിയേട്ടന്റെ പൈസ നമുക്ക് കടമയാണ്. എന്തോ ഇതൊക്കെ ഏത് യൂണിവേഴ്സിലായി? കഷ്ടം. രമ്യ ചാച്ചിക്ക് ജയ്, രമ്യ ചാച്ചിക്ക് ജയ്, രമ്യ ചാച്ചിക്ക് ജയ്, രമ്യ ചാച്ചിക്ക് ജയ്. അടുത്ത ബിഗ് ബോസ് കാണണം, ഉറപ്പായിട്ട് കാണണം, വിടരുത്. അടുത്ത ബിഗ് ബോസ് രമ്യ ചേച്ചി ഉണ്ടാവണം. രമ്യ ചേച്ചി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോന്ന്? ചേച്ചി പറ. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതുപോലത്തെ ഒരു ഇത് വേറെ ഇല്ല. ഇതാണ് ഇത്. ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് വേണം. രമ്യ ചേച്ചിയുടെ ശ്ലോകം പോ രമ്യ ചേച്ചി, നാണം കെടാതെ. പക്ഷെ സത്യമല്ല, ഇപ്പം സുധിച്ചേട്ടൻ മരിച്ച് തലയ്ക്ക് മേലെ നിൽക്കുക. പിന്നെ ഞങ്ങൾക്ക് ഞാൻ രാവിലെ റിയാക്ട് ചെയ്തായിരുന്നു. ഇനി പറയണ്ടല്ലോ. വിട്. രമ്യ ചേച്ചി പറ, എന്തേലൊക്കെ പറ, കേക്കട്ടെ. പറഞ്ഞൊരു കാര്യമാണ്, സുധിച്ചേട്ടന്റെ ചെലവിലാണ് കുടുംബം മൊത്തം ജീവിച്ചെന്നൊക്കെ അതുകൊണ്ട് അതൊക്കെ ശരിയാണ്. അത് കിച്ചു അത്രയൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സഹോദരങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, സുധിച്ചേട്ടൻ തിരിച്ച് ഞങ്ങൾക്ക് അല്ല. നിങ്ങൾ സുധിച്ചേട്ടൻ എന്താ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഊറ്റിയതല്ലാണ്ട് എന്താ ചെയ്തിട്ടുള്ളേ? അയ്യോ നന്മ കൂടാമേ, ഒന്നും പറയല്ലേ, വാതുറപ്പിക്കല്ലേ. സുധിച്ചേട്ടന് ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്ത് പണി? ഞാനൊന്നും പറയുന്നില്ല.
ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സഹോദരങ്ങൾക്ക് അങ്ങോട്ടും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമയായിട്ട് അവനെ ഊറ്റിയിട്ട് കടമയാണെന്നല്ലേ നിനക്ക്? എന്തുവാ രമ്യ നീ ഇങ്ങനെ? തന്നെ കാണുന്ന ഞാനാണ് ഞാൻ എല്ലാവരും കടമ നീ കാണും, നീ നല്ല കടമയായിട്ട് കാണും, അതെനിക്കറിയാം. നിന്റെ കടമയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലോണം അറിയാം. അതുകൊണ്ട് എന്നെ കൊണ്ട് തുറപ്പിക്കരുത്. ായിട്ടോ ബാധ്യതയായിട്ടോ കാണുന്നവരാണ് അതേക്കുറിച്ച് കുറ്റമായിട്ട് അതെ അതെ അതെ, നമുക്കത് കടമയാണ്. നമ്മൾ ഒരാളെ ഊറ്റി ജീവിക്കുമ്പോൾ നമുക്കത് കടമയാണ് എന്നാണ് രമ്യ പറയുന്നത്. ഇങ്ങനെ ഉളുപ്പില്ലാത്ത കുടുംബങ്ങൾ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞെന്നായിപ്പോ എയർപോർട്ടിൽ നമ്മുടെ മിന്നും താരം വരുന്ന എൻട്രി ഒന്ന് കാണാം. ഇൻട്രോ. വാ 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 വാ. വരൂ വരൂ, വന്നല്ലോ വനമാല. അതെ അതെ, അതാരാ കൂടെ ഒരു ചേട്ടൻ? നിക്കറ വിധവ. അയ്യോ അതല്ല, ടൈറ്റിൽ മാറിപ്പോയി. ടാറ്റാ, പോവല്ലേ. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയുമുണ്ട്, തീർന്നില്ല. ഇവളെ എന്തോന്ന് ഇത് വീഡിയോ? കുറെ പെട്ടിയുണ്ടല്ലോ എൻ്റെ അകത്ത്. ഇതെന്താ പെട്ടിക്കകത്ത്? ഒരുപാട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടൊക്കെ വരുമെന്ന് വിചാരിച്ചു എയർപോർട്ടിലേക്ക്. കരഞ്ഞുകൊണ്ട് വരാനും ഒരു സാമാന്യ ബോധം വേണ്ടേ ബ്രോ? അതിനുള്ള ബോധം പൗരമൊന്നും അതിനില്ല. കരഞ്ഞുകൊണ്ട് വരാൻ പറ്റിയ സാധനം. പറ. അത്രയും പെട്ടെന്ന് ചെയ്യുകയല്ലേ, റേറ്റ് കൂടുതലും നല്ല റേറ്റാ അല്ലേ? എനിക്ക് തോന്നി നല്ല റേറ്റാണ്. 190 രൂപ അല്ലേ? 180 രൂപ. നല്ല റേറ്റാ. ചെയ്യുക, കാണുക, പറത്തുക. പിന്നെ പറത്താൻ പറ്റിയ ജാതന ഇത്. ഞാൻ ഉള്ള കാര്യം ജീവിതത്തിൽ ഓപ്പൺ ആയിട്ട് പറയാം. നിന്റെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും ഞാൻ പോയി പ്രാർത്ഥിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. അതിന് നല്ല വല്ലതും കാണാനെങ്കിലും പറ്റും. ഇതെന്തുവാ ഇത്? ഇച്ചിപ്പോ ചുമ്മാ തള്ളി മറിക്കാതെ അമ്മച്ചിയുടെ ഓരോ കലവും മാവും കലവും കൊണ്ട് വന്നിരിക്കുന്നു. ഇതിനെയൊക്കെ പോലെ ഉള്ളതിനെ നമ്മൾ ബാൻ ചെയ്യണം. ഏത്? അമേരിക്കയിലെ ട്രാൻസിനെ ബാൻ ചെയ്തതുപോലെ ഇവിടെ രേണുസുതിയെ ബാൻ ചെയ്യണം. കഥ വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്കും മനസ്സിലാവത്തില്ല. എന്തായാലും നമുക്ക് മാനസികാവസ്ഥകൾ തമ്മിൽ കണക്ട് ആവാത്തതുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. രേണുവിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് കേട്ടോ. കോമഡി ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി, വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. ഇതൊരു ഡമ്മി പീസാണ്. ഇങ്ങനത്തെ ഡമ്മി പീസുകളും നമ്മൾ അമ്മാതിരി രീതിയിലും കണ്ടാൽ മതി. എന്തായാലും കിച്ചു 20% ആയിട്ടുള്ളൂ, ബാക്കി 80% കൂടി നീ പറയണം. എന്നിട്ട് വേണം എനിക്കൊന്ന് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഹായ്.